Hi everyone, today I am going to talk about districts in Kerala. Do you know how many districts are there in Kerala? What are they? അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട്സിനെ കുറിച്ച്, നമ്മുടെ കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമോ എത്ര ജില്ലകളാണുള്ളത്? അവ ഏതൊക്കെയാണെന്ന് അറിയാമോ? ലെറ്റ്സ് ലുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം അത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. വൺസ് മോർ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. ഇതെങ്ങനെ നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാൻ നോക്കാം. TKP, AKI, ETP, PMK, WKK. ഒരു തവണ കൂടെ. TKP, AKI, ETP, MKW, KK. T for Trivandrum, K for Kollam, P for Pathanamthitta, A for Alappuzha, K for Kottayam, I for Idukki, E for Ernakulam, T for Thrissur, P for Palakkad, M for Malappuram, K for Kozhikode, W for Wayanad, K for Kannur and K for Kasaragod. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് ഷോർട്ടാക്കാം. അതെങ്ങനെയാണ് നോക്കാം. 2 T's. ഇവിടെ T കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അത് തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ. തിരുവനന്തപുരത്തിന് ഫസ്റ്റ് പൊസിഷനും തൃശ്ശൂരിന് 8th പൊസിഷനുമാണ്. അപ്പോൾ 1ാമതും വരുന്നത് T വെച്ചുള്ള 2 ഡിസ്ട്രിക്ട്സാണ്. അപ്പോൾ 2 T's, ദെൻ 5 K's. K കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 5 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അവ ഏതൊക്കെയാണ്? കൊല്ലം, കോഴിക്കോട്, കൊല്ലം കഴിഞ്ഞ് വരുന്നത് കോട്ടയമാണ്. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. 5 K's. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. ഇവിടെ പൊസിഷൻ എങ്ങനെയാണ് നോക്കാം. കൊല്ലം 2nd പൊസിഷൻ, കോട്ടയം 5th പൊസിഷൻ, കോഴിക്കോട് 11th പൊസിഷൻ, കണ്ണൂർ 13th പൊസിഷൻ, കാസർഗോഡ് 14th പൊസിഷൻ. ദെൻ 2 P's. P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ജില്ലകളുണ്ട്, ഡിസ്ട്രിക്ട്സുകളുണ്ട്. പത്തനംതിട്ട ആൻഡ് പാലക്കാട്. ദെൻ പത്തനംതിട്ട 3rd പൊസിഷൻ, പാലക്കാട് 9th പൊസിഷൻ. പത്തനംതിട്ട 3rd പൊസിഷൻ, പാലക്കാട് 9th പൊസിഷൻ. ഓക്കെ. ദെൻ 1A. എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അതാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ പൊസിഷൻ 4th പൊസിഷൻ, 4ാമതാണ് ആലപ്പുഴ വരുന്നത്, 4th പൊസിഷൻ. ദെൻ 1I. ഐ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണമുണ്ട്, അതാണ് ഇടുക്കി. 1I ഇടുക്കിയുടെ പൊസിഷൻ 6th പൊസിഷനാണ്. നമ്മുടെ ഈ നോർത്തിൽ നിന്ന്, അതായത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകും തോറും ആ ഓർഡർ അനുസരിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ദെൻ 1M. മലപ്പുറം. എം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അതാണ് മലപ്പുറം. മലപ്പുറത്തിന് 10th പൊസിഷനാണ്, 10ാമതാണ് ഈ മലപ്പുറം വരുന്നത്. ദെൻ 1W. W കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റേ ഉള്ളൂ, വയനാടാണ്. അതിൻ്റെ പൊസിഷൻ 12th പൊസിഷനാണ്. അപ്പോൾ ഇത് ഒരിക്കൽ കൂടെ പറയാം. 2 T's. തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ. 5 K's. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. 2 P's. പത്തനംതിട്ട ആൻഡ് പാലക്കാട്. 1A ആലപ്പുഴ. 1I ഇടുക്കി. 1M മലപ്പുറം. 1W വയനാട്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഒരു തീവണ്ടിയോട് ഉപമിച്ചുകൊണ്ട് ഞാൻ എഴുതിയ ഒരു ചെറിയൊരു ഗാനം. അതിൽ മിസ്റ്റേക്കുകളുണ്ടാകാം, ട്യൂണിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, അതൊക്കെ സമയം ക്ഷമിക്കുക. ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതുകൂടെ ഞാനിതിൻ്റെ കൂടെ
ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഡിസ്ട്രിക്ട്സ് എഴുതിയ ഫോട്ടോയും കൂടെ ഇട്ടേക്കാം. കേരളമാകുന്ന തീവണ്ടിയിൽ ഭോഗികളാകും ജില്ലയിലൂടെ, കേരളമാകുന്ന തീവണ്ടിയിൽ ഭോഗികളാകുന്ന ജില്ലകളിലൂടെ യാത്ര ചെയ്തിടാം, നമുക്ക് യാത്ര ചെയ്തിടാം. കേരളമാകുന്ന തീവണ്ടിക്ക് ഭോഗികളാകെ 14, കേരളമാകുന്ന തീവണ്ടിക്ക് ഭോഗികളാകെ 14. നമ്മുടെ തലസ്ഥാന നഗരമാകും തിരുവനന്തപുരമാണ് ഒന്നാം ഭോഗി, നമ്മുടെ തലസ്ഥാന നഗരമാകും തിരുവനന്തപുരമാണ് ഒന്നാം ഭോഗി. കശുവണ്ടിക്ക് പ്രസിദ്ധമായ കൊല്ലമാണ് രണ്ടാം ഭോഗി, കശുവണ്ടിക്ക് പ്രസിദ്ധമായ കൊല്ലമാണ് രണ്ടാം ഭോഗി. തീർത്ഥാടനത്തിൻ്റെ ആസ്ഥാനമം പത്തനംതിട്ട മൂന്നാം ഭോഗി, തീർത്ഥാടനത്തിൻ്റെ ആസ്ഥാനമം പത്തനംതിട്ട മൂന്നാം ഭോഗി. തീരദേശ ജില്ലയായ ആലപ്പുഴയാണ് നാലാം ഭോഗി, തീരദേശ ജില്ലയായ ആലപ്പുഴയാണ് നാലാം ഭോഗി. മൂന്നൽകളാൽ പ്രസിദ്ധമായ കോട്ടയമാണ് അഞ്ചാം ഭോഗി, മൂന്നൽകളാൽ പ്രസിദ്ധമായ കോട്ടയമാണ് അഞ്ചാം ഭോഗി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുള്ള ഇടുക്കിയാണ് ആറാം ഭോഗി, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുള്ള ഇടുക്കിയാണ് ആറാം ഭോഗി. കൂടുതൽ വ്യവസായങ്ങളുള്ള എറണാകുളമല്ലോ ഏഴാം ഭോഗി, കൂടുതൽ വ്യവസായങ്ങളുള്ള എറണാകുളമല്ലോ ഏഴാം ഭോഗി. എട്ടാം ഭോഗി ഏതെന്നാൽ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണല്ലോ, എട്ടാം ഭോഗി ഏതെന്നാൽ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണല്ലോ. അതേ തുടർന്ന് വരുന്നുണ്ട് നമ്മുടെ 9ാം ഭോഗി ഏറ്റവും ചൂടൻ പാലക്കാട്, അതേ തുടർന്ന് വരുന്നല്ലോ നമ്മുടെ 9ാം ഭോഗി ഏറ്റവും ചൂടൻ പാലക്കാട്. മാമാങ്കത്തിൻ തറവാടാണ് നമ്മുടെ 10ാം ഭോഗി മലപ്പുറം, മാമാങ്കത്തിൻ തറവാടാണ് നമ്മുടെ 10ാം ഭോഗി മലപ്പുറം. കലകൾക്കും സാഹിത്യത്തിനും പേരുകെട്ട നാടാണല്ലോ 11ാം ഭോഗി കോഴിക്കോട്, കലകൾക്കും സാഹിത്യത്തിനും പേരുകെട്ട നാടാണല്ലോ 11ാം ഭോഗി കോഴിക്കോട്. ഏറ്റവും ജനസംഖ്യ കുറവുള്ള ജില്ലയാണല്ലോ 12ാം ഭോഗി വയനാട്, ഏറ്റവും ജനസംഖ്യ കുറവുള്ള ജില്ലയാണല്ലോ 12ാം ഭോഗി വയനാട്. പുരാതന വ്യാപാര തുറമുഖമായ കണ്ണൂരാണ് 13ാം ഭോഗി, പുരാതന വ്യാപാര തുറമുഖമായ കണ്ണൂരാണ് 13ാം ഭോഗി. ഏറ്റവും വടക്കേറ്റത്തുള്ള ജില്ലയാണല്ലോ 14ാം ഭോഗി കാസർഗോഡ്, ഏറ്റവും വടക്കേറ്റത്തുള്ള ജില്ലയാണല്ലോ 14ാം ഭോഗി കാസർഗോഡ്. അങ്ങനെ നമുക്ക് കേരളമെന്ന തീവണ്ടിയിൽ തെക്ക് മുതൽ വടക്കേറ്റം വരെ യാത്ര ചെയ്ത് കാര്യങ്ങൾ അറിഞ്ഞിടാം, വിവരങ്ങൾ അറിഞ്ഞിടാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വീഡിയോ തെറ്റിയിട്ടുണ്ടാകാൻ സദയം ക്ഷമിക്കുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, എല്ലാവർക്കും പ്രയോജനകരമാവുന്ന വീഡിയോ ആണിതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരോടുമുള്ള കമ്പനി ഞാൻ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.